ഹായ് ഫ്രണ്ട്സ്, ഓൺ ഗ്രീനറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സൂപ്പർ ഗാർഡനാണ്. നിറയെ ബൊഗെയിൻവില്ലകളാണ് ഇവിടെ ഉള്ളത്. ബൊഗെയിൻവില്ലകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അത്രയും ഭംഗിയുണ്ട് ഈ ഒരു ഗാർഡൻ കാണാൻ. അതുമാത്രമല്ല ഓൺലൈൻ സെയിലുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന എല്ലാ വെറൈറ്റി ബൊഗെയിൻവില്ലകളുടെയും പേര് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വെറൈറ്റികളുടെയൊക്കെ തൈകളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവരുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ രണ്ടത്താണി വാര്യത്താണ് കേട്ടോ. അപ്പോൾ അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ വീട്ടിൽ നേരിട്ട് വന്നിട്ട് ചെടികളൊക്കെ വാങ്ങിക്കാം. ഒരു ചെടിയിൽ തന്നെ വൈറ്റും ലാവൻഡറും കളറിലുള്ള പൂക്കൾ വിരിയുന്ന ഈ ഒരു വെറൈറ്റിൻ്റെ പേര് മിസ് വേൾഡ് എന്നാണ് കേട്ടോ. ബൊഗെയിൻവില്ലയിലൊക്കെ നിറയെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇവർ ഈ ബൊഗെയിൻവില്ലകളൊക്കെ വെച്ചിട്ടുള്ളത്. തായ് പ്രിൻസസ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് ബൊഗെയിൻവില്ലയിൽ 21 ജുവൽ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. അതിൽ പീച്ച് കളറാണ്. 21 ജുവലിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു പിങ്ക് വെറൈറ്റിൻ്റെ പേര് സിൽവർ റെഡ് എന്നാണ്. അതിനപ്പുറത്തുള്ളത് ടാങ്ലോങ് പീച്ചാണ്. ഖലീസ വൈറ്റ് എന്നൊരു വെറൈറ്റിയാണ് കേട്ടത്. പിന്നെ ഓരോ ബൊഗെയിൻവില്ലകളുടെ കളറ് മാത്രമല്ല, പൂക്കളുടെ ഷേപ്പിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഈ ഒരു ഗാർഡനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിലാട്ടോ ഇവിടുത്തെ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ പേര് റൈഹാനത്ത് എന്നാണ്. ഈ ഒരു വീഡിയോയിൽ കാണുന്നതിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നേരിട്ട് കാണാൻ ശരിക്കും നമുക്കിവിടെ വന്നാൽ ഇവിടുന്ന് പോകാൻ തോന്നില്ല, അത്രയും ഭംഗിയുണ്ട്. പിന്നെ പൂച്ചെടിയായിട്ട് ഇവിടെ ബൊഗെയിൻവില്ല മാത്രമേ ഉള്ളൂ കേട്ടോ. ബൊഗെയിൻവില്ലകളോട് ഇവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ബൊഗെയിൻവില്ലൻ്റെ ഒരുവിധം എല്ലാ വെറൈറ്റികളും ഇവരുടെ കളക്ഷനിലുണ്ട്. ബൊഗെയിൻവില്ലകൾ നേരിട്ട് വന്ന് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു കളക്ഷനൊക്കെ കാണാം. അതിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഇത് വീര ലൈറ്റ് പിങ്ക് എന്നൊരു വെറൈറ്റിയാണ്. അടുത്തത് വീര വൈറ്റ് ആണ്. കഴിഞ്ഞ വർഷവും അതിന് മുന്നുള്ള വർഷമൊക്കെ ഞാൻ ഇവരുടെ ഗാർഡൻ ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇവരുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സൊക്കെ വാങ്ങിച്ചിട്ടുമുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളെന്താ ബൊഗെയിൻവില്ലേൻ്റെ ഒന്ന് റേറ്റ് വീഡിയോയിൽ പറയാത്തതെന്ന്. ബൊഗെയിൻവില്ലക്കൊക്കെ റേറ്റ് വരുന്നത് അതിൻ്റെ സൈസിനും വെറൈറ്റിക്കൊക്കെ അനുസരിച്ചിട്ടാണ്. നാടൻ വെറൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് കുറവായിരിക്കും. പിന്നെ തായ്ലൻഡ് വെറൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റേറ്റൊക്കെ കൂടും. പിന്നെ തൈകളുടെയൊക്കെ സൈസിനൊക്കെ അനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. കറക്റ്റ് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലാനിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവരുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഈ ബൊഗെയിൻവില്ലേൻ്റെ പേര് ടിസ്റ്റർ റെഡ് എന്നാണ്. അതിനടുത്തായിട്ടുള്ളത് മഷൂരി പീച്ചാണ്. പിന്നെ ഇത് ഫോക്സ് ടെയിൽ യെല്ലോ എന്നൊരു വെറൈറ്റിയാണ്. നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് കേട്ടത്. ഈ ഒരു ബൊഗെയിൻവില്ലേൻ്റെ പേര് ട്രൈ കളർ എന്നാണ്. അതിനടുത്തായിട്ടുള്ളത് അടർണയാണ്. അടർണ കാണുമ്പോൾ നമുക്ക് യെസ്റ്റർഡേ ടുഡേ ടുമോറോ പൂക്കളാട്ടോ ഓർമ്മ വരുന്നത്. ഏകദേശം അതേ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ ഫ്ലവറിനൊക്കെ ഉള്ളത്. ഇത് മാജിക് ഐസ്ക്രീം എന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കളിൽ മാത്രമല്ല ഇലകളിലും 2 കളർ വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ബൊഗെയിൻവില്ലകൾ കാണാം. ഇപ്പോൾ ഈ കാണിച്ചതിലും നിറയെ പൂക്കളുണ്ട് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള ബൊഗെയിൻവില്ലയിൽ. ഒരു ചെടിയിൽ തന്നെ 2 കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ഈ ഒരു വെറൈറ്റിൻ്റെ പേര് സ്പോട്ടഡ് ഹോളണ്ട് എന്നാണ്. ഇത് റൂബി റെഡ് ആണ്. ഇത് സൺറൈസ് വൈറ്റ് ആണ്.
ഓറഞ്ച് കളറിലുള്ള ഈ ഒരു വെറൈറ്റിൻ്റെ പേര് ഫയർ ഓപ്പൽ ഓറഞ്ച് എന്നാണ്. മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റിയാണ് കേട്ടത്. ബൊഗൈൻവില്ലകളൊക്കെ കളക്ട് ചെയ്യുന്നവർ നമ്മളെ കളക്ഷനിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇത് നമ്മൾ നേരത്തെ കണ്ട വൈറ്റിൻ്റെ ഒരു കളർ ചേഞ്ചാണ്, സൺറൈസ് വയലറ്റ്. ഇത് കുറച്ച് റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്, സെക്യൂറ ബെല്ലാറ്റ. വെരിഗേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ലീഫാണ് ഇതിന് വരുന്നത്. ബേബി പിങ്ക് കളറാണ് പൂക്കൾക്കൊക്കെ ഉള്ളത്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള മിസ് വേൾഡ് തന്നെയാണ്, അത് ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഫയർ ഓപ്പൽ ഓറഞ്ചാണ്. ഇതൊരു സൂപ്പർ വെറൈറ്റിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ പേര് ബട്ടർ കപ്പ് എന്നാണ്. കുറച്ച് റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റി കൂടിയാണ്. ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ ഓർക്കിഡൊക്കെ പൂത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സൺറൈസ് വൈറ്റ് തന്നെയാണ്. പിന്നെ അതിനടുത്തായിട്ടുള്ളത് സൺറൈസ് ലാവൻഡറാണ്. ബ്രെസ മെജന്ത എന്നൊരു വെറൈറ്റിയാണ് കേട്ടത്. ഇത് കയാട്ട. പിന്നെ ഉള്ളത് ഹവായി വൈറ്റ് ആണ്. വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് ഇതിനും വരുന്നത്. പൂക്കളെ പോലെ തന്നെ ഇലകൾ കാണാനും നല്ല ഭംഗിയുണ്ട്. ഇത് സ്റ്റാർ പർപ്പിളാണ് കേട്ടോ. അടുത്തത് കാണിക്കുന്നത് നമ്മൾ ഈ ഗാർഡനിൽ വന്നാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നൊരു പ്ലാന്റാണ് ഫ്ലെയിം റെഡ്. കടും ചുവപ്പ് നിറത്തിലുള്ള പൂക്കളോട് കൂടിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടത്. എന്താ പറയുക, നമുക്ക് കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും ഭംഗിയുണ്ട് ഈ പ്ലാന്റ് കാണാൻ. ഒരുപാട് വെറൈറ്റി ബൊഗൈൻവില്ലകളൊന്നും നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിലും ഇതുപോലുള്ള കുറച്ച് വെറൈറ്റികൾ മതി നമ്മളെ ഗാർഡൻ സൂപ്പർ ആവാൻ. ഇതൊക്കെ ഇവർ സെയിലിന് വെച്ചിട്ടുള്ള ചെടികളാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വലുതും ചെറുതുമായിട്ടുള്ള തൈകളൊക്കെ ഉണ്ട്. വലിയ ചെടികളൊക്കെ കൊറിയർ ചെയ്യാൻ പ്രയാസമായിരിക്കും. അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നിങ്ങൾ വീട്ടിൽ തന്നെ വന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഗാർഡനൊക്കെ കാണാം. എന്താ പറയുക, അത്രയും ഭംഗിയുണ്ട് ഈ ഒരു ഗാർഡൻ കാണാൻ. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീടിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ രണ്ടത്താണി വാര്യത്താണ് കേട്ടോ. പിന്നെ ചെടികളിലൊക്കെ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവാൻ നല്ല വെയിൽ വേണം. അതുപോലെ തന്നെ അത്യാവശ്യം വളങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. രാസവളങ്ങളും ജൈവവളങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക. രാസവളങ്ങളാകുമ്പോൾ ബാക്ടെമ്പോസ്, DIP തുടങ്ങിയ വളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ 2112 എന്നറിയപ്പെടുന്ന വെറൈറ്റികളാണ് കേട്ടോ. അതിൽ പല കളറുകൾ വരുന്നുണ്ട്. ഇത് ചില്ലി റെഡ് എന്നൊരു വെറൈറ്റിയാണ്. അടുത്തത് റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു പൂങ്കുലയിൽ തന്നെ 3 കളർ വരുന്നുണ്ട്, പിങ്ക്, പീച്ച്, വൈറ്റ്. ഈ ഒരു വെറൈറ്റിൻ്റെ പേര് മഹാറാണി എന്നാണ്. എല്ലാ നഴ്സറികളിലും നമുക്ക് ഈ വെറൈറ്റികളൊക്കെ കിട്ടണമെന്നില്ല. ഇതുപോലെ ഓൺലൈൻ സെയിലൊക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ ചിലപ്പോൾ ഇതുപോലുള്ള വെറൈറ്റികളൊക്കെ ഉണ്ടാവും.
ഇതും നമ്മളത്ര കോമൺ ആയിട്ട് കാണുന്നൊരു വെറൈറ്റി അല്ല. ഒരു പൂങ്കുലയിൽ തന്നെ 3-4 കളർ വരുന്നുണ്ട്. ഈ ഒരു വെറൈറ്റിൻ്റെ പേര് ക്രിസ്റ്റീന എന്നാണ്. ലാവൻഡർ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന മറ്റൊരു വെറൈറ്റി ആണ് കേട്ടോ അത്. ഇതിൻ്റെ പൂക്കൾ കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ ബൊഗൈൻവില്ലിൻ്റെ പേര് വീര പിങ്ക് എന്നാണ്. നേരത്തെ നമ്മളിതിൻ്റെ പീച്ചും വൈറ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കടും പച്ച ഇലകളും മഞ്ഞ പൂക്കളുള്ള ഈ ഒരു വെറൈറ്റിൻ്റെ പേര് മൊണാലിസ യെല്ലോ എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഗാർഡൻ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.